ഗൈസ് വെൽക്കം ടു സ്നോഡ് തേർഡ് വ്ളോഗ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വീട്ടിൽ വന്നിരിക്കണം. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആ ബാക്കിയിരിക്കണം അമ്മമാരെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ആരോ ഏട്ടാ എൻ്റെ അച്ഛൻ്റെ കാർഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ ക്യാഷ് എടുക്കാൻ വേണ്ടി ഇപ്പം അവൻ്റെ GPയും കൊണ്ട് എവിടെ ATM എടാ പെരിങ്ങോല ATMിൽ പോകണം രാത്രി. എടാ ഇപ്പം എങ്ങോട്ടാടാ നമ്മൾ പോണേ പറ. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പോകണം. ഏത് കോവിൽ? അടിമലത്തുറ. ബ്ലോക്കിലൊന്ന് പറയാടല്ലോ. അപ്പൊ നമ്മളിപ്പം പോണത് അല്ല എവിടെ ഏതമ്പലം വണ്ടി വിളിക്കണ്ടേ? ഇവിടെ ഇപ്പൊ ഭയങ്കര വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് അഭിനവന്റെ വീട്ടിലാണ് നിക്കണം അല്ലേടാ? അതെ അതെ. ഞാൻ അഭിരാമും അത് അഭിനവും കാണിച്ചു. ഞാൻ അഭിനവ്. നമ്മളപ്പോ അഭിനവ് വീട്ടിലാണ് നിക്കണം. ഇതാണ് അഭിനവന്റെ ഇരുട്ടത്ത് കാണണമെന്നില്ല. നീ വെളിയിൽ മീനെന്നൊക്കെ വിളിക്കും. ഇവിടെ അമ്മയുടെ സൈഡ് വലിഞ്ഞ് ആന്റി എടുത്തോ. ആന്റി പറയും സ്ഥലത്താണ് പോണത്. സ്ഥലത്താണ് പോണം. ഞാൻ 1000 വട്ടം പറഞ്ഞു അടിമലത്തുറ. ദേവീക്ഷേത്രത്തിൽ പോകുവാണ്. പാട്ടേ നിന്റെ കയ്യിലെന്തിരിക്കുന്നു? ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? സ്വീറ്റ് നെയിം. കേട്ടോ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. ഇതൊക്കെ എന്ത് നമ്മളപ്പോ കണ്ടുകൂടാ അതില് അങ്ങനെ കോവിലെത്തി. നമ്മളിപ്പോ കഴിക്കാതിരിക്കുന്ന അമ്പലത്തില് പൈസ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിപ്പം എല്ലാവരും ഏകദേശം കഴിച്ചു. ഇവക്ക പ്ലേറ്റ് കൊടുക്കും, ഞാനും കൊടുക്കും. നീലിക്കാവേ കരിനീലിക്കാവേ ആട്ടം കാണാൻ. നീലിക്കാവേ കരിനീലിക്കാവേ
അതെ അതെ കിട്ടിയായിരുന്നു. ഇന്നത്തെ ദിവസം ഇനി ഇവൻ പറയുമല്ലോ. ഞാൻ നമ്മള് ഒരു കോവിലെന്ന് വെച്ചാൽ നമ്മളെൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോവിലാണ് വന്നത്. പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഇപ്പം സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. കാണണ്ട 11:30 കഴിഞ്ഞിട്ട് അവരും വണ്ടി കൊണ്ട് പോയല്ലേ. 11:30 കഴിഞ്ഞിരിക്കുന്നു. നമ്മളതാണ് ഇവിടെ നിന്നൊക്കെയാണ് ഊണ് കഴിച്ചു. ലൈറ്റാണേ തെറ്റായിരുന്നു. നമുക്കിനി അടുത്ത വീഡിയോ നാളെ കാണാം. നാളെയോ? ഈ വ്ളോഗ് തന്നെ ഇതെന്തൊരു പകുതി പോലും ആയില്ല ഇല്ലേ? എന്നുവെച്ചാൽ രാവിലെ ആവട്ടെ. ഇനി പൈസ കളയാം. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകാൻ പോകുന്നു. കാറിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം ഈ എവിടെ അച്ഛനോട് ചോദിച്ചേക്ക് എന്തോന്നു കാറോട് വെച്ചേക്കുന്ന. എന്തായാലും പോവാം. എന്തായാലും നമ്മളിപ്പോ ബെറ്റിട്ട് 70 രൂപ കിട്ടിയതും പോയി. ഓ ആ കളി നീ എടുത്താ? ഞാൻ എടുത്തില്ല. അടുത്ത് കുറച്ചെടുത്ത് വണ്ടി ഇപ്പൊ എടുത്തുണ്ടായി ഉള്ള കളിയെല്ലാം പോയി. വീഡിയോ റെസ്പോൺസ് പറഞ്ഞോളൂ. വീട് റെസ്പോൺസ് വേറൊന്നുമല്ല, 50 രൂപ വെച്ച് 100 രൂപ കിട്ടി. എന്നിട്ട് 50 രൂപ നമ്മൾ ചേഞ്ച് ചെയ്ത് 5 നോട്ടാക്കി. എന്നിട്ട് നമ്മൾ അതിൽ 3 ഇതുണ്ട്, കളറുണ്ട്. അതിൽ നമ്മളെല്ലാവരും ഓരോരോ കളർ വെച്ച് അവസാനം അതിങ്ങനെ കിട്ടി നമുക്കൊരു 100 എത്ര രൂപ കിട്ടി. അവസാനം വെച്ചപ്പോൾ ആകെ 100 രൂപ 70 വരെ നമ്മളെ നിന്ന് പോയി. അതെ അതെ വെറുതെ കളിച്ച്. ഞാൻ കളിക്കാൻ പോയില്ല. എനിക്കറിയായിരുന്നു എൻ്റെ കണ്ടത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ വെച്ചേയില്ല. വെറുതെ എന്തിൻ്റെ ചീത്ത പേര് അല്ലേ? ചീത്തപ്പേര് പറഞ്ഞുകൊണ്ടിരുന്നത് മതി. ഇന്നലെ അമ്പലത്തിൽ നിന്ന് എത്തിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ആശ് ടീച്ചറിൻ്റെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഇവനും ഉണ്ട്. ഉറങ്ങിയത് 2:30 എണീറ്റ് 7 മണിയാകുമ്പോൾ എണീറ്റ്. ഇനിയിപ്പോൾ 8 മണി കഴിഞ്ഞ് നേരെ ബസ് പിടിച്ച് പോകണം. ആദ്യം ഇവന്മാരെ റെഡിയാക്കണം. നമ്മളിപ്പം പല്ലേച്ച് ഇനി ഇറങ്ങേണ്ട പ്ലാൻ നോക്കട്ടെ. ഇപ്പം ടൈം വന്ന് നോക്കട്ടെ 8:30 സംതിങ് എന്തായി. ഇനി കഴിക്കണം, ഇറങ്ങണം. ഇവന്മാർ ആദ്യം റെഡിയാവണം. ഇവർ റെഡിയായി ഇനി മറ്റവർ റെഡിയാവണം. റെഡിയാകുമ്പോൾ വർഷങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും റെഡിയായി. നോക്കടാ, നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ രാജമല ജംഗ്ഷൻ വരെ പോകണം. അവിടെ നിന്ന് ഈസ്റ്റോട്ട് ബസ് കയറിയിട്ട് ഈസ്റ്റോട്ട് ഇറങ്ങും. അവിടെ നിന്ന് പൈമാരെല്ലാം കൂടെ കൂടിയിട്ട് നേരെ ടീച്ചറിൻ്റെ വീട്ടിൽ പോകണം. അതാണ് ഇപ്പം പ്ലാന്. അപ്പം നമ്മളിപ്പം രാജമല എത്തി. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എത്തി. ഇനി നമ്മൾ അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പാലം കയറണം കറക്റ്റ്. ഓപ്റ്റ കയറി പാളയത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പെരുമാരെ കിട്ടി. അങ്ങനെ അപ്പം ബസ് കയറി നേരെ ഉള്ളൂരിലേക്ക്. അങ്ങനെ ഇപ്പം നമ്മൾ ഉള്ളൂരെത്തി. നേരെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അമ്മമാരെല്ലാം ഉണ്ട്. വീടെത്തി എന്നാണ് പറയുന്നത്. നോക്കട്ടെ. നീ പക്ഷെ അങ്ങനെ ഇപ്പം കഴിക്കാൻ പോകുന്നു. അല്ലടാ ഇവിടെ വാടാ. പിന്നെ അല്ല പൊട്ട് 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 പൊട്ട്. ആ ഇത് എവിടെ നിന്നോ
എടുത്തരാം ഫോട്ടോ. ഹോട്ടല്ല വീഡിയോ ചെന്നിരിക്കടാ വ്ളോഗാണ് വ്ളോഗ്. സത്യം ചെയ്യണം. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പം പട്ടത്ത് വന്നു. അവിടെ നിന്ന് ഒരു ഓട്ടോ അല്ലെങ്കിൽ ബസ് വിളിച്ച് നേരെ തമ്മാനൂർ പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അഭിനവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നമ്മളിപ്പം അങ്ങനെ തമ്മാനൂരെത്തി. ഇപ്പം നമ്മളിവിടെ വെള്ളം വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. ഇവന് നല്ല തല ഇറങ്ങണം. ഇപ്പം വെടിവെച്ചെത്തി തമ്മാനൂരിൽ ബസ് കയറിയിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇനി ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ബാക്കി അവിടെ ചെന്നിട്ട് തീരുമാനിക്കുന്നു. ഇവൻ്റെ വീട്ടിൽ പോകണുണ്ടോ ഇല്ലയോ, എന്താണ് എങ്ങനെയാണ് ഒരു തീരുമാനം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഈ വെക്കേഷൻ ഒരുമാതിരി ഇരിക്കുന്നു. രാമിൻ്റെ സ്പെഷ്യൽ സാധനം എന്തിനാണ്? മൈദല്ല, മയോണൈസ്. ഇതാണ് അങ്ങനെ അൽഫാം കുഴിമന്തി അല്ല, അൽഫാം വെറും അൽഫാം. പല കാലങ്ങളുണ്ട്. അൽഫാം നല്ല സോഫ്റ്റ് ആവണ്ടല്ലേ? നീ നല്ല സോഫ്റ്റ് ചെയ്യണോ? അപ്പൊ നീ തന്നെ അയച്ചു. ഓക്കെ, എനിക്ക് ഇത്രയും മതി. കുറഞ്ഞു പോയി കേട്ടാ. ചോറ് കുറച്ച് മതിയേ. ചേട്ടാ കുഴിമന്തി സമർത്ഥണ്ടാക്കിയ കുഴിമന്തിയാണ്. സമർത്ഥന്റെ കൈ അവനും കൂടി അഭിനവ് വന്നിട്ട് കഴിച്ച് ശരി. മൈദ പോലും മയോണൈസ് അവൻ കൂടുതൽ ഒഴിച്ച് അതായത് അവന് ഇപ്പൊ പിടിക്കണില്ല. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ പോണേ. ഏത് അമ്പലം അത്? കാട്ടുകട. ആട്ടാക്കടയല്ല ഗൈസ്, കാട്ടുകട. നമ്മളിപ്പം ഇനി കുറച്ച് മുമ്പ് എണീറ്റേ ഉള്ളൂ. പെട്ടെന്ന് ഇവന്റെ പയ്യൻ അവിടെ എന്തെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ഇല്ല അടിയാ അവിടെ അടിയൊന്നും ഇല്ല ഗൈസ്, പേടിക്കണ്ട. ഇവനെ കൊണ്ട് അടിയൊന്നും നടക്കൂല. ഓ നിന്റെ അമ്മയും കൂടി കാണാൻ പോണ വ്ളോഗ് തന്നെ. നേരെ നമ്മൾ അഭിനവനെ അവിടെ ആക്കിയിട്ട് വന്നു. ബിക്കോസ് അവിടെ നിന്നാൽ നമുക്ക് ശരിയല്ല. ബിക്കോസ് ഇത്രയും കറങ്ങിയതാണ് അല്ലേ. അപ്പോൾ നമ്മളെ കാര്യം നോക്കിയാണ്. ഇവന് മറ്റേ ഷൈനസ് ചെറുതായിട്ട് വന്നത്. അങ്ങനെ 3ാമത്തെ ദിവസമായി ഇവൻ്റെ വീട്ടിൽ, അഭിനവൻ്റെ വീട്ടിൽ കയറുന്നത്. ഒരു വൈബും ഇല്ല. വൈബ് കുഴപ്പമില്ല. എവിടെ പോയാലും നമ്മൾ തന്നെയല്ലേ സന്തോഷം കണ്ടെത്തുന്നത്. എന്തായാലും അയ്യോ ഉറക്കം എണീച്ചുള്ളൂ. 10 മണിക്ക് എണീക്കണേ. ആലോചിച്ച് നോക്ക്. കിടന്നത് 4:30. അതാണ് മാമീര പൂന്തോട്ടം. ഇതെന്തിരി താഴെ വഴുതന. നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലോ? അങ്ങനെ ഇപ്പം മഴയാണ്. പൊളി വൈബ് കേട്ടാ. ഓ ഇറങ്ങാ വാടാ. സൗണ്ട് മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് ഒരാൾക്കും ഇല്ല. പക്ഷെ ഒടുക്കത്തെ മഴ. അതെ
പാട്ടിടായിരുന്നല്ലേ ആ ബ്ലൂടൂത്ത് സ്പീക്കർ? ഇത്ര ചെറ്റ സാധനം കഴിച്ചിട്ടില്ല. അതെ. അവലും കൊട്ടായി. ഓ മറ്റേ ഇത് മറ്റേ ഡോറിമോളിലെ മറ്റേ അവന് അമ്മ അച്ഛൻ ദോശ ഉണ്ടാക്കിട്ടോ പോണ്ടേ പിന്നെ നമ്മളിനി അങ്ങോട്ട് പോണോ? കേറ വാടാ. നമ്മളിപ്പം ഇവന്റെ വീട്ടിലേക്ക് പോകണം. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.